ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഡിയേഷനെ കുറിച്ചിട്ടാണ്. സോ വാട്ട് ഈസ് റേഡിയേഷൻ? റേഡിയേഷൻ റിക്വയർഡ് ടു കിൽ മൈക്രോ ഓർഗാനിസം പ്രസൻറ്റ് ഇൻ ഫുഡ്. ഫുഡിലെ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നത് നമ്മളിപ്പം നേരത്തെ കുറേ പ്രിസർവേറ്റീവ്സ് ഒക്കെ വെച്ചിട്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഈ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്ത് കളയുന്ന ഒരു മെത്തേഡാണ് ഇറാഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇറാഡിയേഷൻ ഇസ് യൂസ്ഡ് ടു പ്രിസർവ് പ്രോട്ടീൻ ഫുഡ് സച്ച് ആസ് മീറ്റ്, ഫിഷ്, ഫ്രഷ് ഫ്രൂട്ട്, വെജിറ്റബിൾസ്, ഫ്ലോർ, സ്പൈസസ് എക്സെട്ര. അതായത് നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡിനെയൊക്കെയാണ് ഈ റേഡിയേഷൻ വഴി നമ്മളിത് പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. ഏതൊക്കെയാണ്? മീറ്റ്, ഫിഷ്, ഫ്രഷ് ഫ്രൂട്ട്, വെജിറ്റബിൾസ്, ഫ്ലോർ, സ്പൈസസ്, അങ്ങനെയുള്ള ഫുഡിനെയൊക്കെയാണ് പ്രിസർവ് ചെയ്ത് വെക്കുന്നത്, ഇറാഡിയേഷൻ യൂസ് ചെയ്യുന്നത്. ഇറാഡിയേറ്റ് ഡസ് നോട്ട് ഡീനേച്ചറേറ്റ് പ്രോട്ടീൻ, ഡസ് നോട്ട് ഓൾട്ടർ ടേസ്റ്റ് ആൻഡ് ഡസ് നോട്ട് ലീവ് എനി റേഡിയോ ആക്റ്റീവ് റെസിഡ്യൂ ഇൻ ദ ഫുഡ്. അതായത് നമ്മൾ ഫുഡിൻ്റെ ടേസ്റ്റിനെ ഒന്നും ആൾട്ടർ ചെയ്യാതെയാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ മെത്തേഡ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടേസ്റ്റിൽ മാറ്റം ഉണ്ടാവില്ല. അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് റെസിഡ്യൂ ഒന്നും ഫുഡിൽ ബാക്കി വയ്ക്കുകയില്ല. ദെൻ ലോസ് ഓഫ് വൈറ്റമിൻ ഇസ് ലെസ് ആസ് കമ്പയർഡ് ടു കാനിങ്, ഫ്രീസിങ് ഓർ ഡൈയിങ്. അതായത് ലോസ് ഓഫ് ഇതെന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. വൈറ്റമിൻസ് ലോസ് നമ്മൾ ക്യാൻ ചെയ്യുന്നത്, ഫ്രീസ് ചെയ്യണേക്കാളും ഡ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻസൊക്കെ കുറേ ലോസ് ആവും. അപ്പോൾ അതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വൈറ്റമിൻ ലോസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫുഡ് ഇറാഡിയേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ഫുഡ് ഈസ് എക്സ്പോസ്ഡ് ടു അയണൈസിങ് റേഡിയേഷൻ to destroy the microorganism, bacteria, virus, insect that might be present in food. അപ്പോൾ നമ്മുടെ ഫുഡിൽ തന്നെ കുറേ മൈക്രോ ഓർഗാനിസം ഉണ്ടാവും. ബാക്ടീരിയ, വൈറസ്, ഇൻസെക്റ്റ്, അങ്ങനെയുള്ള കുറേ ഓർഗാനിസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ കില്ല് ചെയ്യണം. ഇറാഡിയേഷൻ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയണൈസ് ചെയ്യാണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് അയണൈസ്ഡ് റേഡിയേഷനാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. അതായത് നമ്മളിതിലോട്ട് റേഡിയേഷൻ കടത്തിവിടുന്നതാണ്. അപ്പോൾ തന്നെ ഇത് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എക്സ്പോസിങ് ഫുഡ് എയ്തർ പാക്കേജ്ഡ് ഓർ ഇൻ ബൾക്ക് ടു ദ ഡിറക്റ്റ് ആക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേസ്. അതായത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേസ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് റേസിൻ്റെ ഇതിൽ എക്സ്പോസ് ചെയ്യുക നമ്മുടെ ഫുഡിനെ. അപ്പോൾ എന്ത് ചെയ്യും? അതിലെ ഇലക്ട്രോണൊക്കെ ഇതിൽ ഹിറ്റ് ചെയ്ത് അങ്ങനെയാണ് അയണൈസേഷനൊക്കെ നടക്കുന്നത്. വെൻ മെയ്ഡ് ടു ബോംബാർഡ് അഗെയിൻസ്റ്റ് മെറ്റീരിയൽ ദേ can knock off an electron from an atom or molecule causing ionization. For this reason these are often called ionization radiation. അതായത് അയണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റത്തിനെ എക്സൈറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പം വേറൊരു ഇലക്ട്രോണുമായിട്ട് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് എക്സൈറ്റഡ് സ്റ്റേജിലോട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഇനിയാണ് അയണൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫുഡ് ഇറാഡിയേഷൻ ഇസ് ദ ഫോം ഓഫ് ഫുഡ് പ്രിസർവേഷൻ ദാറ്റ് prolong shelf life and improve microbiological safety and reduce the use of chemical fumigants and additives. നമ്മളിപ്പോൾ ഫ്യൂമിഗൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ കെമിക്കൽ ഫ്യൂമിഗൻസ് ഒക്കെ യൂസ് ചെയ്ത എന്തായിരുന്നു? ഭയങ്കര ടോക്സിക് ആയിരുന്നു നമ്മുടെ ഫ്യൂമിഗൻസ് ഒക്കെ. അപ്പോൾ അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫ്യൂമിഗൻസ് യൂസ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അഡിറ്റീവ്സ് യൂസ് ചെയ്യുന്നത്, കെമിക്കൽ അഡിറ്റീവ്സ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അഡിറ്റീവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ് തന്നെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അഡിറ്റീവ് യൂസ് ചെയ്യുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെന്താണ്? മൈക്രോബയോളജിക്കൽ സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ഇതൊരു പ്രിസർവേഷൻ മെത്തേഡായിട്ട് തന്നെ നമുക്ക് പറയാം.
ദെൻ അടുത്ത വരുന്നത് എന്താണ് വൈ വി ഇറാഡിയേറ്റ് ഫുഡ്. നമ്മൾ എന്തിനാണ് ഫുഡ് ഇറാഡിയേറ്റ് ചെയ്യുന്നത്? നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറാഡിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇറാഡിയേഷൻ പ്രിവെൻറ്റ് food poisoning by killing pathogenic bacteria such as E. coli 0157, Salmonella, Clostridium perfringens. അതായത് ഇങ്ങനെയുള്ള പാത്തോജനിക് ബാക്ടീരിയ ആണ്. അതിൽ നമുക്ക് ഈക്കോളൈനെയും സാൽമോണല്ലേനെയും ഭയങ്കര പരിചയമുള്ള ബാക്ടീരിയ അല്ലേ. അപ്പോൾ ഇത് രണ്ടിനെയൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുന്ന ബാക്ടീരിയാസ് ആണ്, പാത്തോജനിക് ബാക്ടീരിയാസ് ആണ്. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ഇവരെ കില്ല് ചെയ്യാൻ ഇറേഡിയേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിയും. It control insect and parasite infestation. Insect parasite infestation ഒക്കെ ഇത് തടയുന്നുണ്ട്. And it reduce spoilage by destroying molds, ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് സ്പോയിൽ ആവാൻ കാരണം എന്താണ്? നമ്മൾ കണ്ടാമിനേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾഡ്സ്, ബാക്ടീരിയ, ഈസ്റ്റ് അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാലാണ് നമ്മുടെ ഫുഡ് പെട്ടെന്ന് കേടായി പോകുന്നത്. അപ്പോൾ ആ സ്പോയിലേജിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റേഡിയേഷൻ ടെക്നിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻക്രീസ് ഷെൽഫ് ലൈഫ് ബൈ slowing ripening of foods and vegetable and inhibit sprouting. സ്പ്രോട്ടിങ്ങിനെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യാൻ നമ്മുടെ റേഡിയേഷൻ ടെക്നിക്കിന് പറ്റും. ആൻഡ് റേഡിയേഷൻ കോസ് മൈക്രോബിയൽ ഡെത്ത് ബൈ ഇൻഹിബിറ്റിംഗ് DNA സിന്തസിസ്. അതായത് നമ്മളിപ്പം ആലോചിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഈ റേഡിയേഷൻ വഴി ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഡെത്ത് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഇവരിവിടെ ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ DNA സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ DNA പിന്നെ സിന്തസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ആ ഓർഗാനിസം പിന്നെ നിലനിൽക്കില്ല. അപ്പോൾ മോസ്റ്റ് കോമൺലായിട്ട് നമ്മൾ DNA സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ് റേഡിയേഷൻ ടെക്നിക്ക് ചെയ്യാറ്. ദെൻ ഇതുകൂടാതെ നമ്മളിപ്പം ഇതുപോലെ തന്നെ DNA സിന്തസിസ്, അതായത് ഒരു ഓർഗാനിസത്തിന് അത്യാവശ്യമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് ഇൻഹിബിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേറെയും കുറച്ച് ടെക്നിക്കുകളും കൂടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതാണ് അതർ മെക്കാനിസം ഇൻവോൾവ്ഡ് ഇൻ റേഡിയേഷൻ ഓഫ് മൈക്രോബിയൽ inactivation are സെൽ മെംബ്രെയിൻ ആൾട്ടറേഷൻ. സെൽ മെംബ്രെയിനെ ആൾട്ടർ ചെയ്യുക. സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും കവർ ചെയ്തിട്ടുള്ള അതിൻ്റെ ഔട്ടർമോസ്റ്റ് കവറിങ്ങിനെയാണ് നമ്മൾ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ ആൾട്ടറേഷൻ, അതിനെ ആൾട്ടർ ചെയ്യാം. അപ്പം അത് കാരണം നമുക്ക് ഇതിനെ കില്ല് ചെയ്യാൻ പറ്റും. ദെൻ ഡീനാച്ചുറേഷൻ ഓഫ് എൻസൈംസിൽ എഫക്റ്റ് ചെയ്യിക്കാം. ദെൻ ആൾട്ടറേഷൻ ഇൻ RNA സിന്തസിസ്. അതുപോലെ തന്നെ നമുക്ക് RNA സിന്തസിസിലും എന്താ പറയുക ആൾട്ടറേഷൻ കൊണ്ടുവരാം. ദെൻ എഫക്റ്റ് ഓൺ ഫോസ്ഫോറിലേഷൻ, ദെൻ DNA കമ്പോസിഷണൽ ചേഞ്ച് അതൊക്കെ വരുത്താൻ പറ്റും. ഇതൊക്കെയാണ് വേറെ മെക്കാനിസം നമ്മൾ റേഡിയേഷനിൽ യൂസ് ചെയ്യുന്നത്. അതർ മെക്കാനിസം ഇൻവോൾവ്ഡ് ഇൻ ദ റേഡിയേഷൻ ഓഫ് മൈക്രോബിയൽ ഇനാക്ടിവേഷൻ. അതാണ് അപ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഇറാഡിയേഷൻ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം അയണൈസേഷനാണ്. അയണൈസ് ചെയ്തിട്ടാണ് ഇവിടെ റേഡിയേറ്റ് ചെയ്യുന്നത്. പ്യുവർ കെമിസ്ട്രിയാണ്. ആൻഡ് ദ എനർജി എംപ്ലോയ്ഡ് ഇൻ ഫുഡ് ഇറാഡിയേഷൻ ടെക്നോളജി ഇസ് റെഫർഡ് ടു ആസ് അയണൈസിങ് ഇറാഡിയേഷൻ. ദാറ്റ് ഈസ് അയണൈസിങ് റേഡിയേഷൻ. അപ്പം the energy employed in food irradiation technology is referred as ionizing radiation. And ionizing radiation occur when one or more electrons are removed from an atom. ഒരു ആറ്റത്തിൽ നിന്ന് ഒന്നോ രണ്ടോ ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അയണൈസിങ് റേഡിയേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ
അപ്പം ഇലക്ട്രോൺസ് ഓർബിറ്റിംഗ്, അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺസിനെ പുറത്ത് കൊണ്ടുവരിക? നമ്മൾ ആറ്റത്തിന് നല്ല എനർജി കൊടുക്കുക, ഇതിന് പുറത്ത് കളയാൻ. അതായത് ഇത് നല്ല എനർജി ലെവൽ ഉണ്ടാകുമ്പോഴേ ഇലക്ട്രോൺസ് ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് പുറത്തോട്ട് പോവുള്ളൂ. അപ്പോൾ ആ എനർജി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആറ്റം അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് 1-2 ഇലക്ട്രോൺസിനെ കളയും. അങ്ങനെ ആറ്റം എന്താ പറയുക, ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തിട്ടാണ് അയണൈസ്ഡ് ആവുന്നത്. അപ്പം ഇലക്ട്രോൺസ് ഓർബിറ്റിംഗ് അറ്റ് മിനിമം എനർജി ലെവൽ ഓർ ഗ്രൗണ്ട് സ്റ്റേറ്റ് ക്യാൻ ബി റൈസ് ടു ഹയർ ലെവൽ, ബിക്കമിങ് ഇലക്ട്രോണിക്കലി എക്സൈറ്റഡ്. If enough energy is transferred to an orbital electron, the excited electron may be ejected from the atom. ഇതിനെയാണ് അയണൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ മെത്തേഡ് ഓഫ് ആക്ഷൻ ആണ് പറയുന്നത്. മെത്തേഡ് ഓഫ് ആക്ഷൻ ഇ ബീം യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ആലോചിക്കും, നമ്മളിപ്പം റേഡിയേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഔട്ടറിലുള്ള ഓർഗാനിസം മാത്രമല്ലേ, അതായത് മൈക്രോ ഓർഗാനിസംസ് മാത്രമല്ലേ നശിച്ചു പോവുള്ളൂ എന്ന് വിചാരിക്കും. അപ്പോൾ അതിന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇ ബീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷാലോ പെൻട്രേഷനേ ഉണ്ടാവുള്ളൂ. ദെൻ നമ്മൾ ഗാമ റേസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പർ പെൻട്രേഷൻ ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ ഉള്ളിലോട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ കില്ല് ചെയ്യാൻ പറ്റും. ദെൻ സോഴ്സസ് ഓഫ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയോ ന്യൂക്ലിയേറ്റ് ഓർ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ദാറ്റ് ഗിവ് ഓഫ് അയണൈസിങ് ഗാമ റേസ് തരുന്നത്, നമുക്ക് അയണൈസിങ് ഗാമ റേസ് തരുന്നത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ റേഡിയോ ന്യൂക്ലിയേറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് കൊബാൾട്ട് 60, cesium-137. ഇതൊക്കെ നമുക്ക് ഗാമ റേസ് തരും. ദെൻ മെഷീൻ സോഴ്സ് ഓഫ് അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആക്സിലറേറ്റേഴ്സും എക്സ്റേ ജനറേറ്റേഴ്സും ആണ്.